ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഗ്രാവൈറ്റിൻ്റെ സീറ്റ് ഒന്ന് അഴിച്ചു മാറ്റാം ബാക്കിലെ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതില് കുറച്ച് പാടുണ്ട്. സിലിണ്ടറൊക്കെ കയറണമെങ്കിൽ, സിലിണ്ടർ പോലുള്ള സാധനങ്ങളൊക്കെ കയറണമെങ്കിൽ സീറ്റൊക്കെ അഴിച്ച് മാറ്റണം. ഓ, ഇത് ഇങ്ങനെ വലിച്ചാൽ വരൂല കേട്ടോ. ഇതാദ്യം മടക്കിയാലേ അതിങ്ങ് പോരും. ആണോ, ഈ ടൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് പോരും എന്നുള്ളത് നമ്മുടെ ഒമിനിയുടെ ഒക്കെ സെറ്റപ്പാണ്. പക്ഷെ ഓക്കെ ഒരു കാല് പോകുന്നില്ല. നോക്കട്ടെ, അടുത്ത ടൈ വലിച്ച് ലൂസാക്കാം. അത് നിരപ്പിന് വലിക്കാമെന്ന് തോന്നുന്നു. നോക്കട്ടെ, അവിടെ ചെന്ന് നോക്കട്ടെ. ഓ, ഒമിനിയുടെ ഒക്കെ പോലെ ലെഗാണ്, പക്ഷെ ഒരു ലെഗ് ഊരാൻ പറ്റണില്ല. ചത്ത് ഗൈസ്, അഴിച്ച് പറിച്ച് ഇടങ്ങറായി. എടുക്കട്ടെ, മഴയുണ്ട്, അത് കാരണം ചുമ്മാ ഒരു തൊപ്പി വെച്ചാണ്ട, ഭംഗിക്ക് വെച്ചൊന്നുമല്ല. ഇതാണ് നമ്മുടെ സീറ്റ്. കഷ്ടപ്പെട്ട് ഊരി, എപ്പോഴും ഊരാത്ത കൊണ്ടൊക്കെ ആയിരിക്കും. നമ്മുടെ ഒമിനിയുടെ ഒക്കെ സെറ്റപ്പാണ്, പക്ഷെ അത്രക്കാണ് ഫ്രീ ആയിട്ടൊന്നും ഊരി പോരൂല. ഇപ്പൊ അടുത്ത നോക്കട്ടെ. അപ്പൊ ഈ ഗ്രാവൈറ്റിന്റെ സീറ്റ് വരണമെങ്കിലേ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ ഫ്രണ്ടിലെ സീറ്റ് അങ്ങോട്ട് മാക്സിമം കയറ്റിയിട്ടാലേ ഇതിങ്ങ് ഊരി പോരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാടാം, മറ്റേത് ഭയങ്കര കഷ്ടപ്പെട്ട് ഊരിയെടുത്തേ. അപ്പോൾ ഇത് ഊരണമെങ്കിൽ ഇങ്ങനെ തന്നെ ഊരണം. അതെങ്ങനെ സിമ്പിളാണതേ. ആ ഫ്രണ്ടിലെ സീറ്റ് ഫ്രണ്ടിലേക്ക് റിക്ലൈൻ ചെയ്തിട്ട് ഓക്കെ, ഒരു കാല് വിട്ട് നമ്മിടുമ്പോൾ പറഞ്ഞ അവിടെ ഇരിക്കും. ഓക്കെ, നേരെ ആക്കിയിട്ട് ഊരി എടുക്കണം, എന്നാലേ പോരുള്ളൂ. ഒരു ലെവലുണ്ട്, അതനുസരിച്ചിട്ട് ഊരി എടുക്കണം. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ റീപ്ലേസ് ചെയ്ത ഡോർ ഇതിൻ്റെ അകത്ത് കയറ്റണം, അതിനാണ്. പക്ഷെ കയറുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഞാനിത് 7 സീറ്റർ 5 സീറ്റർ ആക്കിയിട്ടുണ്ട്. നോക്കാം. അണച്ചു പോയി ഗൈസ്, ഈ വക പണിയൊന്നും ചെയ്യാറില്ല. ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ. സീഡി ഭയങ്കര സിമ്പിളായിട്ട് ഊരിയെടുത്തായിരുന്നു. നമ്മൾ ഇത് ചെയ്യാത്ത പണിയല്ലേ, ഇനി ഇതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും വെക്കാനും.